ആസിഫ് അലി നായകനായി ഇപ്പോൾ തിയേറ്ററുകളിൽ പ്രദർശനം നടത്തിവരുന്ന രേഖാചിത്രം എന്ന സിനിമ റിലീസിനെത്തിയ ആദ്യ 3 ദിവസങ്ങൾ കൊണ്ട് 18 കോടി രൂപയോളം വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് മൂവി ടീം തന്നെ ഇപ്പോൾ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. 3-ാം ദിവസമായ ഇന്നലെ മാത്രം രേഖാചിത്രം 8 കോടി രൂപയോളമാണ് വേൾഡ് വൈഡ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി ഇന്നത്തെ ട്രാക്കിംഗിലേക്ക് വരികയാണെങ്കിൽ ഇന്നലത്തേതിനേക്കാൾ മികച്ച ബുക്കിംഗ് ഇന്ന് നടന്നിരിക്കുന്ന രേഖാചിത്രം ഇന്ന് മാത്രം 10 കോടി രൂപയോളം വേൾഡ് വൈഡ് കളക്ഷനായി സ്വന്തമാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ റിലീസിനെത്തിയ ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ ആസിഫ് അലി ചിത്രം 27-28 കോടി കളക്ഷനിലേക്ക് എത്തപ്പെടുമെന്ന് തീർച്ച. സൂപ്പർ സ്റ്റാർ രജനികാന്തിനെ നായകനാക്കി നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്യാനിരിക്കുന്ന ജയിലർ സിനിമയുടെ 2ാം ഭാഗത്തിന്റെ അനൗൺസ്മെന്റ് പ്രൊമോ വീഡിയോ ജനുവരി 14-ാം തീയതി വൈകിട്ട് 6 മണിക്ക് പൊങ്കൽ സ്പെഷ്യലായി പുറത്തു വരുമെന്ന് സൺ പിക്ചേഴ്സ് തന്നെ ഇപ്പോൾ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. നസ്ലിൻ, ലുക്മാൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ഒരു കോമഡി ആക്ഷൻ മൂവിയാണ് ആലപ്പുഴ ജിങ്കാന. നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുവരുന്ന ആലപ്പുഴ ജിങ്കാനയിലെ ബേബി ജെയിനിന്റെയും ഫ്രാങ്കോ ഫ്രാൻസിസിന്റെയും ക്യാരക്ടർ പോസ്റ്ററുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഡേവിഡ് ജോണായി ബേബി ജീനും ഷിഫ സലിയായി ഫ്രാങ്കോ ഫ്രാൻസിസും ആലപ്പുഴ ജിംഖാനയിൽ വേഷമിടും. ചിത്രത്തിന്റെ റിലീസ് അപ്ഡേറ്റ് ഉടൻ തന്നെ പുറത്തു വരുന്നതാണ്. ബേസിൽ ജോസഫ്, സൗബിൻ ഷാഹിർ, ചെമ്പം വിനോദ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഒരു കോമഡി ത്രില്ലർ മൂവിയാണ് പ്രാവിൻകൂട് ഷാപ്പ്. ഈ വരുന്ന ജനുവരി 16-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന പ്രാവിൻകൂട് ഷാപ്പിന്റെ ഓൺലൈൻ ബുക്കിംഗ് ഇന്നു മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ദളപതി വിജയ് അവസാനമായി അഭിനയിച്ചു വരുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ദളപതി 69. എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ദളപതി 69 ബാലയുടെ തെലുങ്ക് ചിത്രമായ ഭഗവത് കേസരിയുടെ റീമേക്ക് ആണെന്ന് നേരത്തെ തന്നെ റൂമറുകൾ ഉണ്ടായിരുന്നു. അതിപ്പോൾ കൺഫേം ചെയ്യുന്ന രീതിയിൽ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. തമിഴ് നടനും ദളപതി 69-ലെ ഒരു അഭിനേതാവുമായ VTV ഗണേഷ് ആണ് ദളപതി 69 ഭഗവത് കേസരിയുടെ റീമേക്ക് ആണെന്നും ഏതാണ്ട് 5 തവണയോളം ഭഗവത് കേസരി കണ്ട ശേഷമാണ് വിജയ് അതിന്റെ റീമേക്ക് ചെയ്യാൻ തീരുമാനിച്ചതെന്നുമാണ് VTV ഗണേഷ് പറഞ്ഞിരിക്കുന്നത്. അർജുൻ അശോകൻ പ്രധാന കഥാപാത്രമായി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന അൺബോർഡ് കൺമണി എന്ന സിനിമയിലെ അൽത്താഫ് സലീം അവതരിപ്പിക്കുന്ന റഫീഖ് എന്ന കഥാപാത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ വരുന്ന ജനുവരി 24-ാം തീയതി അൺബോർഡ് കൺമണി തിയേറ്ററുകളിലേക്ക് എത്തും. മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി ഡീനോ ഡെന്നിസ് സംവിധാനം ചെയ്ത ഒരു ഗെയിം ത്രില്ലർ ആക്ഷൻ മൂവിയാണല്ലോ ബസൂക്ക. ഈ വരുന്ന ഫെബ്രുവരി 14-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് നേരത്തെ തന്നെ കൺഫേം ചെയ്ത ബസൂക്കയുടെ ട്രെയിലർ റിലീസിനൊരുങ്ങുന്നു. ജനുവരി 23-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന മമ്മൂട്ടിയുടെ തന്നെ സിനിമയുടെ റിലീസിന് ശേഷം ബസൂക്കയുടെ ട്രെയിലർ പുറത്തുവിടുമെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിൽ സൂചിപ്പിക്കുന്നത്. ലാലേട്ടൻ നായകനായും സംവിധായകനായും തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു 3D ഫാന്റസി സിനിമയാണല്ലോ ബറോസ്. തിയേറ്ററുകളിൽ വൻ പരാജയം നേരിട്ട ബറോസ് ഇപ്പോൾ OTT റിലീസിലേക്ക് കടക്കുകയാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് ബറോസിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രത്തിന്റെ OTT റിലീസ് തീയതി ഉടൻ തന്നെ ഹോട്ട്സ്റ്റാർ പുറത്തുവിടും. ലാലേട്ടനെ നായകനാക്കി ജിത്തു മാധവൻ സംവിധാനം ചെയ്യാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയുടെ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ വരുന്ന ജൂലൈ മാസമാണ് ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ ആരംഭിക്കുക. ഏകദേശം 150 ദിവസത്തോളം ചിത്രീകരണം വേണ്ടിവരുന്ന സിനിമയിൽ 100 ദിവസത്തെ ചിത്രീകരണം ലാലേട്ടനും ഉണ്ടാവുമെന്ന് പറയപ്പെടുന്നു. വമ്പൻ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഈ ചിത്രം നിർമ്മിക്കുന്നത് ഗോകുലം മൂവീസിന് വേണ്ടി ഗോകുലം ഗോപാലനാണ്. ബേസിൽ ജോസഫ്, ലിജോ മോൾ, ദീപക് പറമ്പോൾ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജ്യോതിഷ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഒരു കോമഡി എന്റർടൈൻമെന്റ് മൂവിയാണ് പൊന്മാൻ. ഇപ്പോൾ ചിത്രത്തിന്റെ റിലീസ് തീയതി പുറത്തു വന്നിട്ടുണ്ട്. ഈ വരുന്ന ഫെബ്രുവരി 6-ാം തീയതി പൊന്മാൻ തിയേറ്ററുകളിലേക്ക് എത്തും. രാംചരണിനെ നായകനാക്കി ശങ്കർ സംവിധാനം ചെയ്ത ഗെയിം ചേഞ്ചർ എന്ന സിനിമയുടെ 2 ദിവസത്തെ കൃത്യമായ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സിനിമയുടെ ഭാഗത്തു നിന്നും തള്ളു കളക്ഷൻ നിരവധി വരുന്നുണ്ടെങ്കിലും ചിത്രം 2 ദിവസങ്ങൾ കൊണ്ട് വെറും 130 കോടി രൂപ മാത്രമാണ് വേൾഡ് വൈഡ് ഗ്രോസായി സ്വന്തമാക്കിയിട്ടുള്ളത്. 450 കോടി രൂപയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന ഗെയിം ചേഞ്ചർ തിയേറ്ററുകളിൽ വലിയൊരു പരാജയത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾക്കായി നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.